ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഇങ്ങനെ 2-3 കാറ്റഗറി സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് മീഡിയം ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. അത് മീഡിയം ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓഹരിയുടെ വില 100 രൂപയാണെന്ന് വെച്ചോളൂ. 100 രൂപയുടെ ഓഹരി, ആ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ടോട്ടൽ 100 ഷെയറുകളാണ്. 100 രൂപയാണ് ഒരു ഓഹരിയുടെ വില. 100 ഓഹരി വിറ്റിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ 100 ഓഹരി 100 രൂപ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്, വിച്ച് ഇസ് 10,000. 100 × 100 അല്ലേ. അപ്പോൾ ഈ 100 രൂപയുടെ വില എപ്പോഴും വേണമെങ്കിലും ഫ്ലക്ച്വേറ്റ് ചെയ്യാം. 100 എന്നുള്ള 101 ആവാം, 100 രൂപ 50 പൈസ ആവാം, 100 രൂപ 5 പൈസ ആവാം, അല്ല 110 ആവാം. പ്രൈസ് ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ബയറും സെല്ലറും തമ്മിലുള്ള ആർഗ്യുമെൻറ്റിനനുസരിച്ച് പ്രൈസിൽ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നൊരു ഓഹരി ഒരു 5,000 കോടിക്ക് താഴെ അല്ലെങ്കിൽ 1,000 കോടിക്ക് മുകളിലാണ്. 5,000 കോടിക്ക് താഴെയും 1,000 കോടിക്ക് ഇടയ്ക്കുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു ഡെഫിനേഷനൊന്നുമില്ല, ഒരു കാൽക്കുലേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മീഡിയം ക്യാപിറ്റലൈസേഷനുള്ള കമ്പനീസ്. അപ്പം ഒരു ഓഹരിയുടെ വില നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കാനറ ബാങ്ക് മീഡിയം ക്യാപിറ്റലൈസേഷനാണെന്ന് വെച്ചോളൂ. അത് ഞാൻ റെഫർ ചെയ്തിട്ടല്ല പറയുന്നത്, മീഡിയം ക്യാപിറ്റലൈസേഷനുള്ളൊരു കമ്പനി പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പറയാം. ലാർജ് ക്യാപ്പിൽ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറയാം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാർജ് ക്യാപ്പ്. മിഡ് ക്യാപ്പിൽ നമുക്ക് കാനറ ബാങ്കിനെ, ഇപ്പോൾ മിഡ് ക്യാപ്പിലാണ് കാനറ ബാങ്ക് ഉള്ളതെന്ന് പറയുന്നില്ല, ഒരു കാൽക്കുലേഷന് വേണ്ടി പറഞ്ഞതാണ്. സ്മോൾ ക്യാപ്പിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയും വെച്ചു. അപ്പം ഒരു സ്ഥലത്ത് ലാർജ് ക്യാപ്പ്, അടുത്തത് മിഡ് ക്യാപ്പ്, അടുത്ത സ്മോൾ ക്യാപ്പ്. ഇത് മൂന്ന് വാല്യുവേഷനിൽ നിൽക്കുന്ന കമ്പനീസാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇതിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനി സംഡേ ഇറ്റ് ക്യാൻ ബിക്കം മിഡ് ക്യാപ്പ്, അല്ലെങ്കിൽ സംഡേ ഇറ്റ് ക്യാൻ ബിക്കം ലാർജ് ക്യാപ്പ്. ഇങ്ങനെ സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിൽ വഴി ലാർജ് ക്യാപ്പിൽ എത്തിയ കമ്പനികളുണ്ട്. ലാർജ് ക്യാപ്പിൽ നിന്ന് തിരിച്ച് മിഡ് ക്യാപ്പ് വഴി സ്മോൾ ക്യാപ്പിലേക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇറങ്ങി താഴെ പോയ കമ്പനികളൊക്കെ ഉണ്ട്. പണ്ടുണ്ടായിരുന്ന റിലയൻസ് ക്യാപിറ്റലിനെ കുറിച്ച് പലർക്കും അറിയായിരിക്കും. പഴയ ഇൻവെസ്റ്റേഴ്സിന് വലിയ കമ്പനിയായിരുന്നു, ലാർജ് ക്യാപ്പ് പോലെയൊക്കെയുള്ള കമ്പനിയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൊഫൈൽ ഇല്ലാതായിപ്പോയി.